ഹലോ, നമസ്കാരം. എൻ്റെ പേര് വിമൽ. നിങ്ങൾ കാണുന്നത് സ്റ്റോറി ഓഫ് വിമൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്ഡ്ഇൻ ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടില്ലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. എന്താണ് ലിങ്ക്ഡ്ഇൻ ആപ്ലിക്കേഷൻ? ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും പോലെ തന്നെ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ്ഇൻ. പക്ഷേ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ നമ്മുടെ സോഷ്യൽ ജീവിതം കാണിക്കുമ്പോൾ, അതായത് ഞാൻ കല്യാണം കഴിച്ചു, എനിക്കൊരു കുട്ടിയുണ്ടായി, അതിൻ്റെ പേര് ഇതാണ്, ഞാൻ ചായ കുടിക്കാൻ പോകുന്നു, കൂട്ടുകാരുമായിട്ട് കറങ്ങാൻ പോകുന്നു എന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കാണിക്കുമ്പോൾ, ലിങ്ക്ഡ്ഇൻ നമ്മുടെ ജീവിതത്തിൻ്റെ വേറൊരു ഭാഗമാണ് കാണിക്കുന്നത്. അതായത് പ്രൊഫഷണൽ ലൈഫാണ് നമ്മളവിടെ കാണിക്കുന്നത്. അതായത് എനിക്ക് ഇന്ന കമ്പനിയിൽ ജോലി കിട്ടി, ഇന്ന പൊസിഷനിലാണ് കിട്ടിയത്, എൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇതെല്ലാമാണ്, എനിക്കുള്ള കഴിവുകൾ ഇതെല്ലാമാണ് എന്നൊക്കെ നമ്മൾ എഴുതി കാണിക്കുന്നത് ലിങ്ക്ഡ്ഇൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. എങ്ങനെ നമുക്ക് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം? ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ അധികം മല തിരിച്ചിടുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല. ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എങ്ങനെ ഉണ്ടാക്കിയോ അതുപോലെയൊക്കെ തന്നെയാണ്. എന്നാൽ കുറച്ചും കൂടി പ്രൊഫഷണലിസം ആയിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ മാനദണ്ഡം. അതും ഒരു മാനദണ്ഡമൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ വളരണമെങ്കിൽ ഇതെല്ലാം ചെയ്തിരിക്കണം. ഒന്ന്, പ്രൊഫൈൽ പിക്ചർ ആൻഡ് കവർ ഫോട്ടോ. അല്ലെ, മുഖം തന്നെ വേണം, അത് നല്ല ക്ലാരിറ്റിയിൽ, ആ മുഖത്തൊരു കോൺഫിഡൻറ്റ് ഫീൽ ചെയ്യണം, ഫ്രണ്ട്ലി ഫീൽ ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫും ചെയ്യണം. എക്സാമ്പിളിന് ഞാൻ എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ കാണിക്കാം. ഇതാണ് എൻ്റെ ലിങ്ക്ഡ്ഇൻ അക്കൗണ്ട്. ഇതിൽ എൻ്റെ പ്രൊഫൈൽ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മുഖം കണ്ടാൽ വാവ്, എന്തൊരു കോൺഫിഡൻസ് അല്ലേ. പിന്നെ എൻ്റെ ജോലി, ഞാനൊരു WHS ഓഫീസറായിരുന്നു, വർക്ക് പ്ലേസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. സോ അതിനെ പ്രതിനിധീകരിക്കുന്ന ഞാൻ ഇട്ടിരിക്കുന്ന വെസ്റ്റ്. ഇനി അടുത്തത് കവർ ഫോട്ടോ. ജോലി ഉള്ള കവർ ഫോട്ടോ ഇടുമ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനീനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കവർ പിക്ചർ ഇട്ടാൽ നിങ്ങൾ കമ്പനിയോട് എത്ര വിശ്വസ്തരാണെന്നും നിങ്ങളുടെ പ്രൊഫൈൽ കമ്പനിക്കൊപ്പം വളർത്തുന്നുണ്ടെന്നും നമ്മൾ കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ വീണ്ടും എക്സാമ്പിളിനായിട്ട് എൻ്റെ പ്രൊഫൈൽ തന്നെ എടുത്ത് കാണിച്ചു തരാം. എൻ്റെ പ്രൊഫൈലിലെ കവർ ഫോട്ടോ, ഞാൻ ആമസോണിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലിട്ടേക്കുന്ന കവർ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആമസോണിൻ്റെ തന്നെ ഒരു കവർ ഫോട്ടോ ഉണ്ട്. പക്ഷേ എനിക്കിതിൽ ചേഞ്ച് ചെയ്യാനുണ്ട്, കാരണം ഇതിൽ എൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. രണ്ടാമത്തേത് പ്രൊഫൈൽ പിക്ചറും ഇതെല്ലാം കഴിഞ്ഞു. ഇനി പേര്, നിങ്ങളുടെ കറക്റ്റ് പേര് നിങ്ങൾ ഇടാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ SSLCയിലും പാസ്പോർട്ടിലും ഒക്കെ ഉള്ള പേര് തന്നെ ഇടുക. അല്ലാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടുന്നത് പോലെ സ്മൈലി ബോയ്, ഫ്രീഗി എന്നൊന്നും നമുക്ക് ഇടാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഇട്ട് തന്ന പേര് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം എടുത്തു കഴിക്കുന്ന ഒരു കാര്യമാണ് പ്രൊഫൈലിൻ്റെ ടാഗ് ലൈൻസും അതുപോലെ തന്നെ മെയിൻ പോയിൻറ്സും. പ്രൊഫൈലിൽ തന്നെ എടുത്ത് നിങ്ങൾ കാണിക്കാം. ഞാനൊരു BTech ഗ്രാജുവേറ്റാണ്. സോ ഞാൻ എൻ്റെ BTech അതിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. എനിക്കുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്നും എൻ്റെ ഫ്രണ്ട് ലൈനിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അടുത്തത്, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് എന്താണ്? നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുക. നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുക, വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പൊസിഷൻ, നമ്മുടെ സ്ഥലം, നമ്മുടെ കമ്പനി അതെല്ലാം ആയതിനു ശേഷം അതിൻ്റെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഈ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് നേടിയ അച്ചീവ്മെൻറ്റ്സുകൾ ആദ്യം എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം വേറൊരാൾ നിങ്ങൾ അക്കൗണ്ടിൽ നോക്കിയാൽ നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് എന്ത് നേടി എന്നതാണ് അവർക്ക് അറിയാത്തത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ അച്ചീവ്മെൻറ്റ്സ് എണ്ണിടാൻ നോക്കുക. മെഷറബിൾ വാല്യൂസ് എപ്പോഴും ഉണ്ടായിരുന്നത് നിങ്ങളെ പ്രൊഫൈൽ വളരെ കിടിലമായിട്ട് മാറ്റും. അതിനുശേഷം താഴെ വരുന്നത് സ്കിൽസാണ്. ആ കമ്പനിയിൽ നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്ത സ്കിൽസുകൾ നിങ്ങൾ ഇടുക. ജോലിയിലുള്ള സ്കിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാനിപ്പോൾ ഒരു വർക്ക് പ്ലേസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറായിരുന്നു. അപ്പോൾ ഞാനിടുന്ന സ്കിൽസ് പൊതുവേ എങ്ങനെയുള്ളതായിരിക്കും? എനിക്ക് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ സ്കില്ലുണ്ട്, എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്കിൽസ് ഉണ്ട്, എനിക്ക് എൻ്റെ കമ്പനീനെ വയ്ക്കാൻ ഒരു എൻവയോൺമെൻറ്റൽ സ്കില്ലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം പോയിൻ്റായിട്ട് ഇടും. അപ്പോൾ എന്ത് പറ്റും? ഇവർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ സെർച്ച് ചെയ്യുമ്പോൾ, അവർ സ്കിൽസ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഏറ്റവും മുൻനിരയിൽ തന്നെ വരും. പ്രൊഫൈൽ സമ്മറി നമ്മൾ ഉണ്ടാക്കിയിടേണ്ടതുണ്ട്. പ്രൊഫൈൽ സമ്മറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അത് വളരെ ഷോർട്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ അതിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതും, എന്ത് പഠിച്ചു, എന്ത് ചെയ്തു, എത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, അതിനൊപ്പം തന്നെ നേടിയ സ്കിൽസുകൾ എന്തൊക്കെയാണ്, അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, മെഷറബിൾ പോയിൻറ്റ്സിൽ നിങ്ങൾ എഴുതിയിടാൻ ശ്രദ്ധിക്കണം. പ്രൊഫൈലിൽ എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം? പൊതുവേ നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നത് അടിസ്ഥാനമാക്കി നിങ്ങൾ പോസ്റ്റുകൾ ഇടാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കില്ലുകൾ കൂട്ടാനുള്ള പോസ്റ്റുകൾ ഇടാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അറിവുള്ളതുമായ കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് മറ്റുള്ളവരിൽ ഒരുപാട് എൻഗേജ്മെൻറ്റുകൾ ശ്രദ്ധിക്കും. അവർ ഒരുപാട് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, അവരൊപ്പം തന്നെ ഷെയർ ചെയ്യും. അതിലൂടെ നമുക്ക് നമ്മുടെ അക്കൗണ്ടുകൾ റീച്ച് കിട്ടാൻ സാധിക്കും. അടുത്തതായിട്ടുള്ള മെയിൻ കാര്യം ആക്റ്റീവാണ്. നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയം ലിങ്ക്ഡ്ഇനിൽ സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം.
അത് നിങ്ങൾ ലിങ്ക്ഡിനിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെ തന്നെ നിങ്ങൾ ഒരുപാട് പോസ്റ്റുകൾ കാണുന്നു. നിങ്ങൾ അതിലെല്ലാം എൻഗേജ്മെൻറ്റ് ചെയ്യുന്നു. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവും വർദ്ധിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളെ ആളുകൾ നോട്ട് ചെയ്യാനുള്ള സാധ്യതകളും വളരുന്നു. ഇനി നിങ്ങൾ ജോലി സെർച്ച് ചെയ്യുകയാണ്. നിങ്ങളൊരു തുടക്കക്കാരാണ് ലിങ്ക്ഡിനിൽ ജോലി സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പോയി ജോലി സെർച്ച് ചെയ്യും, എന്നിട്ട് ജോബ്സ് കൊടുക്കും. അപ്പോൾ അതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ അപ്ലൈ ചെയ്യും. പലരും നിങ്ങളെ വിളിക്കാറില്ല അല്ലേ? ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി വേണം, ഇമ്മീഡിയറ്റ് ആയി ജോയിൻ ചെയ്യണം. ഞാൻ ഒരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ജോലി സെർച്ച് ചെയ്യുക. അതിനുശേഷം ലിങ്ക്ഡിനിൽ പോയിട്ട് ജോബ്സ് എന്നതിനും ഫിൽറ്റർ മാറ്റിയിട്ട് പോസ്റ്റ് എന്നാക്കുക. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ജോലിയുടെ ഹെഡ്ലൈനുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പോസ്റ്റിൽ ഒരുപാട് റിക്രൂട്ടർമാർ, ഒരുപാട് മാനേജർമാർ അവരുടെ റിക്വയർമെൻറ്റ് ടൈപ്പ് ചെയ്തിടാറുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും കിട്ടുന്നു. ആ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുന്നു. മാത്രമല്ല ഇമ്മീഡിയറ്റ് ജോയിനിനും അത് സാധ്യമാക്കും. അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് CV ആണല്ലേ? ഈ ഒരു CV ATS ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലേ? ഒരു ATS ഫ്രണ്ട്ലി CV എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ അതും കൂടെ സമയം കിട്ടുമ്പോൾ കാണുക. ഇനി ATS ഫ്രണ്ട്ലി CV നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെയും എൻ്റെ പേജായ ജോബിഫൈനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് CV ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇനി ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരാളെ സഹായം വേണമെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. മാത്രമല്ല ഒരാഴ്ചത്തേക്ക് വേണ്ട പോസ്റ്റുകളും ഒരാഴ്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതിനുശേഷമുള്ള ഗൈഡൻസും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും വെറും 500 രൂപയ്ക്ക്. സോ നിങ്ങൾ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ ഞാൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഉപയോഗമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ കൂടെ അപേക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവരും കണ്ടതിലും സംസാരിച്ചതിലും. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.